ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള വേറെ കുറേ സിനിമകളുണ്ട്. അത് മെയിൻലി ഗ്രീക്ക് മിത്തോളജിയാണ് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി കേന്ദ്രീകരിച്ചിട്ടുള്ള ഹോമറിൻ്റെ ഇലിയഡിൻ്റെ ഒഡീസി എന്ന് പറഞ്ഞ 2 ബുക്സിന് ബേസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയും ഈജിപ്ഷ്യൻ മിത്തോളജിയിലൊക്കെ തന്നെ ഇതേപോലത്തെ കുറേ നമുക്ക് ഈ ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് പോലുള്ള കുറേ സാധനങ്ങളുണ്ട്. സോ ഈ ഗ്രീക്ക് മിത്തോളജി ഭയങ്കരധികം നല്ല കളർഫുള്ളായി ഭയങ്കര മോൺസ്റ്ററസ് ആയിട്ടൊക്കെ കാണിക്കുന്ന ഭയങ്കര ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സിനിമയാണ് ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ്. ഇത് പഴയ പടമാണ്, കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് സ്ഥിരം പണ്ട് HBO-ലും സ്റ്റാർ മൂവീസിലൊക്കെ സ്ഥിരം വരാറുള്ള പടങ്ങളാണ്. നമ്മുടെ സാം വർത്തിങ്ടൺ, നമ്മുടെ അവതാർ പടത്തിലെ നായകൻ, നായകനായിട്ട് വരുന്ന ഒരു പടമായിരുന്നു. ഇതൊരു പ്രോപ്പർ അഡ്വഞ്ചർ, ഒരു ഫാൻറ്റസി മിത്തോളജിക്കൽ അഡ്വഞ്ചർ സാധനമായിരുന്നു പറയാം. ഗ്രീക്ക് മിത്തോളജിയാണ് ഈ പടത്തിൽ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്യൂസിൻ്റെ സണ്ണായിട്ടുള്ള പേഴ്സിയസ് ഒരു ഡെമിഗോഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ സാം വർത്തിങ്ടൻ്റെ ക്യാരക്ടർ. ആള് ഹെയ്ഡിസ് എന്ന് പറഞ്ഞ മറ്റേ നരകത്തിൻ്റെ ദൈവം. ആളെ എതിർത്ത് നടത്തുന്ന കുറേ അഡ്വഞ്ചറും ആളിങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ പടം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പടങ്ങളൊന്നാണ്. ഇതും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് റാത്ത് ഓഫ് ടൈറ്റൻ. പക്ഷേ ഇതിലെ സെക്കൻഡിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് പാർട്ട് ക്ലാഷ് ഓഫ് ടൈറ്റൻസ്. ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. നമ്മളിപ്പോൾ ഈ പഴയ പടങ്ങളൊക്കെ കണ്ടുവരുന്ന സമയത്തായിരുന്നു നമുക്ക് അങ്ങനെ ഒരു അത്രയും ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അത്രയും CGI ഒക്കെ ഉള്ള നല്ല ഒരു മാസീവ് സ്കെയിലായിട്ടുള്ളൊരു സാധനം. ഭയങ്കര രസമാണ് ഇത് കണ്ടിരിക്കാൻ. ദെൻ സെക്കൻഡ് പാർട്ടുണ്ട് ഇതിൻ്റെ റാത്ത് ഓഫ് ദി ടൈറ്റൻ. ഐ തിങ്ക് 2 കൊല്ലം ഗ്യാപ്പിലൊന്നുമാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് പുറത്തിറങ്ങിയത്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ഒരു എൻഗേജിങ് ഫാക്ടർ ഇല്ലെങ്കിലും കുറേ വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ ആക്ഷൻ ബ്ലോക്കുകളും കുറേ ആക്ഷൻ സീക്വൻസുകളും ഭയങ്കര ജൈജാൻറ്റിക് ആയിട്ടുള്ള കുറേ മോൺസ്റ്റർ സെറ്റപ്പുകളൊക്കെ കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റാത്ത് ഓഫ് ദി ടൈറ്റൻ. രണ്ടും നല്ല അടിപൊളി സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ ഏറ്റവും അധികം ആക്ഷൻ പാക്കഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മോൺസ്റ്റേഴ്സിനൊക്കെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ ഈ രണ്ടെണ്ണമാണ്. നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ ട്രോയ് എന്ന് പറഞ്ഞ പടം, ഇത് ആക്ച്വലി ഈ പറഞ്ഞ ഒഡീസിയുടെ ഒരു പ്രീക്വൽ വേണമെങ്കിൽ ആയിട്ട് നമുക്ക് സർവ് ചെയ്യാം, വേണമെങ്കിൽ പറയാം. കാരണം അതേപോലെയാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒഡീസി എന്ന് പറഞ്ഞ പടത്തിൽ നമ്മൾ ഈ ട്രോജൻ യുദ്ധം കണ്ടില്ലേ, ഈ ട്രോജൻ യുദ്ധത്തിനെ കേന്ദ്രീകരിച്ച് ഇതിപ്പോൾ ആക്ച്വലി ഹോമറിൻ്റെ 2 ബുക്സാണ്, ഇലിയഡും ഒഡീസിയും. ഇതിൽ ഇലിയഡ് എന്ന് പറഞ്ഞാണ് ഈ ഒരു ട്രോജൻ വാർ നമുക്ക് കാണിച്ചു തരിക. എങ്ങനെയാണ് ഈ ഗ്രീക്സ് എന്തിനാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോയത്, എങ്ങനെയാണ് അവിടെ അറ്റാക്ക് ചെയ്തത്, ഒരു 10 വർഷത്തെ ആ യുദ്ധത്തിന് മെയിൻലിയുള്ള അവസാനത്തെ ഒരു വർഷത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു പടം മുഴുവനായിട്ട്. ഈ ട്രോയ് എന്ന് പറഞ്ഞ പടം മുഴുവനായിട്ട്. അക്കിലീസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ. ആ സമയത്തുണ്ടായിരുന്ന ഗ്രീക്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു വാരിയറാണ്. ഇത് മാത്രമല്ല വേറെ കുറേ അജാക്സും അങ്ങനത്തെ കുറേ വാരിയേഴ്സിനെല്ലാം കൂട്ടിയിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. മെനലോസ് എന്ന് പറഞ്ഞ രാജാവുണ്ട്, അഗമംനോണും മെനലോസൊക്കെ നമ്മൾ ഓൾറെഡി ഒഡീസിയിൽ നമ്മൾ കണ്ടതാണ്. ഈ പടത്തിൽ ട്രോയിൽ നമ്മുടെ ഒഡീസീസ് ആയിട്ട് വരുന്ന നമ്മുടെ സീൻ പേരാണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നെഡ് സ്റ്റാർക്ക്. അതിൽ പക്ഷേ മെയിൻലി ബ്രാഡ് പിറ്റിൻ്റെ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. ആൻഡ് ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ഈ ഒരു ഹോമറിൻ്റെ വേറെ അഡാപ്റ്റേഷനാണ്, കറക്റ്റ് അതേപോലെ അല്ല അതിൽ എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ ആൾട്ടറേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു എപ്പിക് അല്ലെങ്കിൽ ഒരു പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണം ട്രോയ് എന്ന് പറഞ്ഞ പടം. എന്നാൽ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒഡീസി എന്ന് പറഞ്ഞ പടത്തിൽ നമ്മൾ അതിൻ്റെ ഒരു ബാക്കി കണ്ടില്ല. അതായത് ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ നമ്മൾ ഒരു അവസാനം കണ്ട ഒരു 10-40 മിനിറ്റ്, അതായത് നമ്മുടെ ഒഡീസിയസ് തിരിച്ച് നാട്ടിലേക്ക് വരും, ഇത്താക്കയിലേക്ക് വന്നിട്ട് ഈ പെനലോപ്പി നമ്മുടെ അമ്പ് വിടുന്ന മറ്റേ കോമ്പറ്റീഷനും അവർ സ്യൂട്ടേഴ്സിനൊക്കെ കൊല്ലുന്ന ഒരു സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇതിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് വേറൊരു പടം കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്, നമ്മുടെ റാഫേൽസിൻ്റെ ദി റിട്ടേൺ എന്ന് പറഞ്ഞൊരു പടം. ഇതിനെ മാത്രം കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള പടമാണ്. ഒഡീസിയസിൻ്റെ ആ ഒരു ജേർണി ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യില്ല. അവസാനത്തെ ആ ഒരു പെനലോപ്പിയെ കണ്ടുമുട്ടുന്ന ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അവസാനത്തെ ആ സെറ്റപ്പ്, അതായത് ആ വീട്ടിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്യൂട്ടേഴ്സിനൊക്കെ കൊന്നൊടുക്കുന്ന ആ ഒരു സീക്വൻസിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു പടത്തിൽ കണ്ട. അതേപോലെ തന്നെ നമ്മുടെ യുമേഴ്സ് എന്ന് പറഞ്ഞ മറ്റേ ആ ഒരു സർവൻറ്റും ആർഗോസ് എന്ന് പറഞ്ഞ ഒരു നായും ടെലിമാക്കസിനെ കണ്ടുമുട്ടുന്നു, അങ്ങനത്തെ സീക്വൻസുകളൊക്കെ തന്നെ അതേപോലെ തന്നെ ഉണ്ടാവും. വേറൊരു വെർഷൻ നമുക്കിതിൽ കാണാം, റിട്ടേൺ എന്ന് പറഞ്ഞ പടം. ദെൻ ഹെർക്കുലീസ് എന്ന് പറഞ്ഞ പടമുണ്ട്. നമ്മൾ കുറേ പടങ്ങളുണ്ട് ഹെർക്കുലീസിനെ ബേസ് ചെയ്ത്. നമ്മുടെ ഡ്വെയിൻ ജോൺസൻ്റെ ഹെർക്കുലീസ് ഉണ്ട്. ഇത് കുറേ പേർക്കൊക്കെ ഇത് അലമ്പ് പടം എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് പേഴ്സണലി ആ സമയത്തൊക്കെ ഇത് നല്ല എൻജോയ് ചെയ്ത് കണ്ടിരുന്ന പടമാണ്. ഇതേപോലെ കുറച്ച് ഫൺഫിൽഡാണ് ഒരു പടം. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പടം എന്നല്ല. ഇപ്പോൾ നമ്മൾ ഈ ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ് ഒക്കെ ഭയങ്കര അധികം സീരിയസ് ആയിട്ടുള്ള പടമാണെന്ന് പറയും. പക്ഷേ ഇതിലങ്ങനെയല്ല, ഒരു ഫൺ മോഡിലാണ് ഈ സാധനം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആളുടെ കൂടെയുള്ള വേറെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് നല്ല രസമാണത്. അത് കണ്ടിരിക്കുക. നല്ല ഒരു ലയണായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസും അങ്ങനത്തെ നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു പടം തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി ഹെർക്കുലീസ്. ദെൻ ഇതിന് തന്നെ പഴയ ഒരു പടമുണ്ട്, ഒരു ആനിമേറ്റഡ് മൂവി, അതും അടിപൊളിയാണ്. ഒരു 97 പുറത്തിറങ്ങിയ ഒരു ഹെർക്കുലീസ് എന്ന് പറഞ്ഞ പടമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീക്ക് മിത്തോളജിനെ കംപ്ലീറ്റ്ലി ബേസ് ചെയ്ത് പുറത്തിറങ്ങിയ സിനിമകളാണ്. ദെൻ ദി നോർത്ത് മാൻ എന്ന് പറഞ്ഞ പടമുണ്ട്. ഇത് ഗ്രീക്ക് മിത്തോളജി ഈജിപ്ഷ്യൻ മിത്തോളജി ഒന്നല്ല, ഇത് ഡയറക്റ്റ്ലി ഒരു ഹിസ്റ്റോറിക്കൽ മോഡലുള്ള സാധനമാണ്. ഇപ്പോൾ യൂറോപ്യൻ കൾച്ചറിന് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. പക്ഷെ ഒരു വൈക്കിംഗ് മോഡൊക്കെയാണ്. പക്ഷേ നല്ല രസമാണ്. ഏകദേശം ഇതേ ഒരു മോഡ് തന്നെയാണ്. ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ. നമ്മുടെ റോബർട്ട് ഗസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി നല്ല പൊളിയാണ്. ഇതിന് കൊടുത്തിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് സംഭവമുണ്ട്, ഒരു ടെക്സ്ചറുണ്ട് ഈ ഒരു പടത്തിന്. ത്രൂ ഔട്ട് അതേപോലെയാണ്. നല്ല വിഷ്വലി നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. നല്ല കണ്ടിരിക്കാൻ നല്ല രസം എന്ന് പറയില്ല, അങ്ങനത്തെ രീതിയിലുള്ളൊരു പടമാണ് നോർത്ത് മാൻ. കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ.
ദെൻ പേഴ്സി ജാക്സൺ പടങ്ങൾ. ഇത് ഡയറക്റ്റ്ലി ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ഗ്രീക്ക് മിത്തോളജിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസാസിൻ ക്രീഡ് പടങ്ങളില്ലേ, ഇപ്പോൾ ഇവിടുന്നൊരു അതായത് ഒരു ഇപ്പോൾ ഉള്ള സെറ്റപ്പിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോം ആയിട്ട് വേറെ പഴയയിലേക്ക് പോകുന്ന അതേപോലത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ പേഴ്സി ജാക്സൺ പടങ്ങളിൽ ഫുൾ ഒരു റീഇൻകാർണേഷൻ ആ ഒരു സെറ്റപ്പിലൊക്കെയാണ്. സോ പേഴ്സി ജാക്സന്റെ കുറേ പടങ്ങളുണ്ട് പഴയത്. മറ്റേ ലൈറ്റ്നിങ് തീഫ് ഉണ്ട്, ദെൻ പേഴ്സി ജാക്സന്റെ സീ ഓഫ് മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ പഴയ പടങ്ങളായിരുന്നു. ഇത് കഴിഞ്ഞ് റീസെൻ്റ്ലി ഡിസ്നി പ്ലസിൽ ഈ സാധനം ഒന്ന് റീബൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റീബൂട്ടായിട്ട് ഒരു സീരീസ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതും നല്ലതായിരുന്നു. പേഴ്സി ജാക്സന്റെ ചെറിയ പയ്യന്മാരെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ലൊരു സാധനം തന്നെയായിരുന്നു. പേഴ്സി ജാക്സന്റെ എല്ലാ പടങ്ങളും ഈ പറഞ്ഞ പോലെ ഗ്രീക്ക് മിത്തോളജിനെ ഡയറക്റ്റ്ലി ഫോക്കസ് ചെയ്തിട്ട് ഇറക്കിയുള്ള സാധനങ്ങളാണ്. തന്നെ ഈജിപ്ഷ്യൻ മിത്തോളജിനെ ബേസ് ചെയ്തും കുറേ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മിത്തോളജി ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കാണാൻ പറ്റിയ സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഗോഡ്സ് ഓഫ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്കൊരു മാതിരി എന്ത് പറ കൂതറ പടമൊക്കെ തോന്നും. പടം കൂറ തന്നെയാണ്. ഇതിലെ കുറേ VFX സീനുകളൊക്കെ കുറച്ച് ഭയങ്കര ഓവർ ദ ടോപ്പൊക്കെ ആയിട്ടും ഭയങ്കര ഒരു 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 ക്ലാസ് കുറച്ച് താഴെ തന്നെയാണ് ഈ ഒരു പടം. പക്ഷേ ഇതിൽ കുറച്ച് സാധനങ്ങൾ നല്ല അടിപൊളിയാണ്. അതായത് ഇവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, ഇതിങ്ങനെ ആയിരിക്കുന്നു. ഇത് ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ മറ്റ് സിനിമകളിലൊക്കെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒഡീസി എന്ന് പറഞ്ഞ സിനിമകളിൽ നിന്നും ഗോഡ്സിൻ്റെ ദൈവങ്ങളുടെ ഇൻ്റർഫറൻസ് നമ്മൾ കാണില്ലേ. മറ്റത് അങ്ങനെയല്ല, ഗോഡ്സ് വേഴ്സസ് ഗോഡ്സ് ആ ഒരു സെറ്റപ്പാണ്. സോ ഇത് പക്കാ ഒരു ചൈനീസ് ഫാൻറ്റസി പടങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ രീതിയിലുള്ള സാധനമാണ്. കുറച്ച് ഓവർ ദി ടോപ്പ് സാധനങ്ങളാണ്. പക്ഷേ ഇത് വേറെ ലെവൽ പടം എന്നല്ല ഞാൻ പറയുന്നത്. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പടം തന്നെയാണ്. പക്ഷേ സ്റ്റിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. നല്ലൊരു വെറൈറ്റി സാധനം തന്നെയാണ് ഗോഡ്സ് ഓഫ് ഈജിപ്റ്റ്. ഇത് പണ്ട് സ്റ്റാർ മ്യൂസിലൊക്കെ സ്ഥിരം ഇടാറുണ്ടായിരുന്നു. ദെൻ ഇതേപോലെ തന്നെ പോംപൈ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നമ്മുടെ കിറ്റ് ഹാരിങ്ടണിൽ നമ്മുടെ ഈ പടത്തിൽ ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മുടെ ഗോഡ്സ് ഓഫ് ഈജിപ്തിൽ നമ്മുടെ ജെറാഡ് ബട്ട്ലറും പിന്നെ ഓപ്പോസിറ്റ് റോളിൽ വരുന്ന നമ്മുടെ നിക്കോളാസ് കോസ്റ്റർ ബേജുമാണ്. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ നമ്മുടെ ജെയ്മി ലൈനിസ്റ്റർ. അതുപോലെ ഈ പടത്തിൽ നമ്മുടെ പോംപൈ എന്ന് പറഞ്ഞ പടത്തിൽ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൽ ജോൺ സ്നോയും കിറ്റ് ഹാരിങ്ടൺ. സോ ഈ പോംപൈ എന്ന് പറയുന്നത് മറ്റേ ഒരു വോൾക്കാനിക് കറപ്ഷൻ അത് നടന്നിട്ടുള്ളൊരു ഇവൻറ്റ് തന്നെയാണ്. AD 79 കാലഘട്ടത്തിൽ മൗണ്ട് വീസിയസ് എന്ന് പറഞ്ഞ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വലിയൊരു സിറ്റിയാണ് ഈ ഒരു പോംപൈ എന്ന് പറഞ്ഞ ഒരു കിങ്ഡം. അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി പോയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി നശിച്ചു പോയായിരുന്നു. സോ ആ ഒരു വോൾക്കാനിക് കറപ്ഷൻ്റെ ടൈമിൽ അവിടെ വെച്ചിട്ട് ജോൺ സ്നോയും ഒരു ക്യാരക്ടറും തമ്മിലുള്ള ഒരു ലവ് ഇൻട്രാക്ഷൻ, ഒരു ലവ് സ്റ്റോറി, ആ ഒരു സെറ്റപ്പാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. കണ്ടിരിക്കാൻ രസമുള്ള നല്ലൊരു പടം തന്നെയാണ്. ദെൻ പഴയ ബെൻഹർ പടമുണ്ട്. നമ്മൾ ഈ ഒഡീസിൽ കാണുന്ന പോലെ ഒരാളൊരു സ്ലേവ് ആക്കപ്പെടുകയും ആളൊരു റിവഞ്ച് തിരിച്ച് നാട്ടിലേക്ക് വന്ന് റിവഞ്ച് നടത്തുന്നതൊക്കെയാണ് നമുക്ക് ബെൻഹറിൽ കാണാൻ പറ്റുക. ഇറ്റ്സ് വൺ ഓഫ് ദി ഓൾ ടൈം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗ്രേറ്റസ്റ്റ് ഫിലിം ഓഫ് ഓൾ ടൈം എന്ന് എടുത്താൽ അതിൽ സ്ഥാനമുള്ളൊരു പടമാണ് ബെൻഹർ. പഴയ 59 പടം. ഇതിൻ്റെ അഡാപ്റ്റേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റീബൂട്ടൊക്കെ ആയിട്ട് കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ കാര്യമില്ല. പഴയ പടം തന്നെയാണ് ഇപ്പോഴും പീക്ക്. ഇതിലാ ഒരു ചാരിയറ്റിൻ്റെ ഒരു റേസ് സീനുണ്ട്. അത് സിനിമ ഹിസ്റ്ററിയിൽ തന്നെ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സീനുകളായിട്ട് എപ്പോഴും പറയുന്നൊരു സാധനമാണ്. അന്നത്തെ കാലത്താണ് അവർ ഒരു സാധനം പിടിച്ചു വെച്ചിട്ടുള്ളത്. then ഇതുപോലെ എക്സോഡസ് ഗോഡ്സ് ആൻഡ് കിങ്സ് എന്ന് പറഞ്ഞൊരു പടമാണ്. നമ്മുടെ റിഡ്ലി സ്കോട്ടിൻ്റെ പടമാണ്. ക്രിസ്ത്യൻ ബെയിലാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് ലിറ്ററലി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു മോസസിൻ്റെ കഥ. നമ്മുടെ ബൈബിളിലെ മോശയുടെ ഒരു 10 കൽപ്പനയും ഒരു ഫറവോ ആ ഒരു സെറ്റപ്പ്, മറ്റേ ഈജിപ്ഷ്യയിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പ്. ഇത് തന്നെയാണ് അവരെ രക്ഷിച്ചുകൊണ്ടുവരുന്ന അവർ ചെങ്കടൽ പകുതി ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഇതിനെ റിഡ്ലി സ്കോട്ടിൻ്റെ ആ ഒരു വെർഷനിൽ കുറേ മാറ്റങ്ങളൊക്കെ, ഇപ്പോൾ ഈവൻ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ ഈ ചെങ്കടൽ 2ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നതൊക്കെയായിരുന്നു നമ്മൾ പഴയ മറ്റേ 10 കമൻമെൻറ്റ്സ് പടത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് പറഞ്ഞാൽ വേറെ അതായത് ടേക്ക് വേറെയാണ്, അഡാപ്റ്റേഷൻ വേറെയാണ്, വേറെ രീതിയിലാണ്. സോ എല്ലാവർക്കും ഈ പടം ദഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് നല്ല എൻജോയ് ചെയ്ത് കണ്ടൊരു പടമായിരുന്നു. നല്ല രസമുള്ളൊരു പടമാണ്. വിഷ്വലി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറേ നല്ല സീക്വൻസുകളൊക്കെ ഉള്ളൊരു പടമാണ്. ഒരു വലിയ സ്കെയിലിൽ എടുത്തിട്ടുള്ള സാധനമാണ്. സോ എക്സോഡസ് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ദെൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു ആനിമേറ്റഡ് സീരീസ് ഉണ്ട്, ബ്ലഡ് ഓഫ് സ്യൂസ് എന്ന് പറഞ്ഞ്. ഇത് ആക്ച്വലി ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മിത്തോളജിനെ അങ്ങനെ എടുത്ത് ചെയ്യലല്ല. ഇതിൻ്റേതായി ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ടൂർണമെൻറ്റൊക്കെ പോലെ നടത്തി അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു ഫൈറ്റാണ്. ആക്ച്വലി ഒരു ഫുൾ ആക്ഷൻ ബാക്ക്ഡ് സാധനമാണ്. കുറേ ബ്ലഡ് ബാത്ത് പറഞ്ഞ കുറേ പരിപാടികളുണ്ട്. ഇതിന് ആക്ച്വലി 2-3 സീസണുകളൊക്കെ ഉണ്ട്. ആനിമേറ്റഡ് ആയതുകൊണ്ട് അധികം ആൾക്കാർ കാണാൻ ചാൻസ് ഇല്ല. പക്ഷേ നല്ലൊരു ആനിമേറ്റഡ് സാധനമാണ്. ഈ മിത്തോളജിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല സ്യൂസും അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി. നല്ല രസമുള്ളൊരു സാധനം തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഈ ഒരു ആനിമേറ്റഡ് സീരീസ്. ഒഡീസി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടു നോക്കുക. ഇതെല്ലാം തന്നെ ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ ഇതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്നുള്ളത് താഴെ കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.